കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സൗദി അറേബ്യയിൽ ഇരുന്ന് സമൂഹമാധ്യമത്തിൽ കമന്റിട്ട ഒരു യുവാവിനെ എയർപോർട്ടിൽ വച്ച് പോലീസ് പിടിച്ചത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഇയാളെ പോലീസിന് കൈമാറി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ ക്യാപ്സ്യൂളുകൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അന്യരാജ്യത്ത് ഇരുന്നു കൊണ്ട് കമന്റിട്ട ഈ വ്യക്തി മുഹമ്മദ് സനൂഫ് എന്നോ മറ്റാണ് ഇയാളുടെ പേര്. ഐക്കരപ്പടി സ്വദേശിയാണ്. മലപ്പുറം ഐക്കരപ്പടി സ്വദേശി മുഹമ്മദ് സനൂഫിന് ഇയാൾക്കെതിരെ UAPA അടക്കം രാജ്യവിരുദ്ധ നിരോധിത നിയമം അടക്കം ചുമത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല ഈ ഒരു കേസ് NIAക്ക് കൈമാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുമൊക്കെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മുഹമ്മദ് സനൂഫ് ചെയ്തതിനെ ന്യായീകരിക്കുന്നു, മറ്റൊരാൾ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. കാരണം ഈ ഒരു കമന്റിനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അടുത്ത കേസാകും എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ FBയിലെ പേര് സമീർ വൈക്കം എന്നാണ്. യഥാർത്ഥ ഐഡിയ ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഗൾഫിൽ റൂമിൽ സംഘി റൂംമേറ്റ് ഉള്ളവർ സൂക്ഷിക്കുക. നമ്മുടെ ഫോൺ നമ്മൾ ഇല്ലാത്ത ടൈമിൽ എടുത്ത് ഇതുപോലെ മെസ്സേജ് ഇട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. സ്ട്രോങ് പാസ്വേഡ് എങ്കിലും ഉപയോഗിച്ച് ഫോൺ ലോക്കാക്കാനും ശ്രദ്ധിക്കുക. അതായത് ഈ മുഹമ്മദ് സനൂഫ് അല്ല ഇത് ചെയ്തത്, ഇത് മറ്റാരോ ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും സംഘപ്രവർത്തകനായ ഏതെങ്കിലും ഒരു റൂംമേറ്റ് അല്ലെങ്കിൽ സംഖ്യയായ റൂംമേറ്റ് മറ്റൊരു വ്യക്തി ഇത് ചെയ്തതായിരിക്കും. ഇയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് സമർത്ഥിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ ഇത്തരം ന്യായീകരണങ്ങളും പോകും എന്നുള്ള കാര്യം ഈ സമീർ വൈക്കത്തിന് അറിയില്ലായിരിക്കും. ഈ ഒരു കമന്റ് ഇട്ടാലും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പോലും ഇപ്പോൾ IT ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെയും നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ ഭാരതം എന്ന സംസ്കാരത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചവനെ ന്യായീകരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഇതും രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുത്താവുന്ന കുറ്റമാണ്. വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇയാളിട്ട കമന്റുകളൊക്കെ കണ്ടു കാണും. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കമന്റുകൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഹൈന്ദവരായ ആളുകളെ, കാഫറുകളെ ഒക്കെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് മാറ്റി നിർത്തുക, ബാക്കിയുള്ളവരെ എല്ലാം കൊല്ലുക എന്ന് പറഞ്ഞാണ് ഈ മുഹമ്മദ് സനൂഫ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സൗദിയിൽ നിന്ന് ഇയാൾ വന്ന പിന്നാലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും. അടുത്ത കാലത്തൊന്നും ഈ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന വ്യക്തി പുറം ലോകം കാണാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും കേസ് ഇപ്പോൾ NIA ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രത്യേക NIA കോടതിയിലേക്കൊക്കെ കേസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നല്ല ഒരിക്കലും പുറം ലോകം കാണാത്ത രീതിയിലേക്ക് ഈ യുവാവ് എത്തിപ്പെടും. നമ്മുടെ നിയമങ്ങളൊക്കെ തന്നെ അതിശക്തമാണ് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ന്യായീകരിക്കുന്നവർ ശ്രദ്ധിക്കുക. ന്യായീകരണം ഒരുപാട് വരുന്നുണ്ട്, പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ വരുന്നുണ്ടാകാം. എന്തൊക്കെയായാലും ശരി, നമ്മുടെ രാജ്യത്തിനെതിരെയുണ്ടായ, നമ്മുടെ പൗരന്മാർക്കെതിരെയുണ്ടായ അതിക്രൂരമായ ഒരു ആക്രമണത്തെ, ആ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടും ഇനിയും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞൊരു കലാപാഹ്വാനം, മതസ്പർദ്ധ കലർത്തിയ ഒരു കലാപാഹ്വാനം നടത്തിയതിനാണ് ഈ മുഹമ്മദ് സനൂഫിനെതിരെ കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഏത് രാജ്യത്ത് പോയിരുന്നാലും നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട്, നിങ്ങൾ ഇന്ത്യൻ എന്ന നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ നാട്ടിലാണെങ്കിലും അതെ, സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട്, സ്വന്തം രാജ്യത്തെ ശത്രുരാജ്യമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കൊണ്ടുകൊണ്ട് അവരെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ ആഹ്വാനം നടത്തുന്ന ഒരുത്തിനെതിരെ നടപടി എടുത്തതിന് ഇവരൊക്കെ ഇത്രമാത്രം വിഷമിക്കുന്നതും അസഹിഷ്ണുത കാണിക്കുന്നതും എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. എന്തായാലും ഇദ്ദേഹത്തിനെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. നിയമവൃത്തങ്ങൾ അത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുമായിരിക്കും. ആരെങ്കിലും പരാതി കൊടുത്തോ എന്ന കാര്യവും വ്യക്തമല്ല. അപ്പം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, രാജ്യത്തിനെതിരെ തിരിയുന്നവരെ ന്യായീകരിക്കുന്നതും തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുത്താവുന്ന കുറ്റം തന്നെയാണ്. ഒരു കൊലക്കേസാണെങ്കിലും അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്താൽ പോലും കൊല ചെയ്തതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേസ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കുക. സമൂഹ മാധ്യമങ്ങൾ നല്ലതിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. ഇത്തരത്തിൽ രാജ്യവിരുദ്ധതയും രാജ്യദ്രോഹവും പ്രചരിപ്പിക്കാനും അത് പ്രചരിപ്പിക്കുന്നവരെ ന്യായീകരിക്കാനും വേണ്ടിയുള്ളതല്ല എന്നുള്ള കാര്യം ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം.